സുനിലെ, ഗുഡ് മോർണിംഗ് സുനിൽ. ഒരിക്കൽ കൂടി നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയാൽ നല്ല ഇഡ്ഡലിയൊക്കെ ഡൽഹിയിലൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ കേരള ഹൗസിന് ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കുറച്ചു കാലം ദില്ലിയിലേക്ക് ആദ്യം എത്തുന്ന സമയത്ത് നൊസ്റ്റാൾജിയ ഉണ്ടാകുമ്പോൾ എവിടെന്നെങ്കിലും കുറച്ച് ഇഡ്ഡലിയും സാമ്പാറും കിട്ടിയാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് ദില്ലിയിൽ നിന്ന് ആ സാഹചര്യത്തിൽ കിട്ടുന്ന ഇഡ്ഡലി ടേസ്റ്റിന്. എന്താണ് പൊതുവെ ഇഡ്ഡലി വിശേഷങ്ങളിൽ പിയാസുലിന് തോന്നുന്നത്? പാലക്കാടൻ രാമശ്ശേരി ഇഡ്ഡലിയാണോ അതല്ല ഡൽഹിയിലെ ഇഡ്ഡലിയാണോ ഇഷ്ടം? രാമശ്ശേരി ഡൽഹിയിലെ ഇഡ്ഡലിയുമായി പൊരുത്തപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാമശ്ശേരി ഇഡ്ഡലി പോലൊരു ഇഡ്ഡലി ഒന്നും ഡൽഹിയിൽ കിട്ടില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി ഒന്നും കിട്ടില്ല. കേരള ഹൗസാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം. പിന്നെ കേരള ഹൗസിൻ്റെ തൊട്ട് മുമ്പിലുള്ള കേശവൻ കുട്ടിച്ചേട്ടൻ്റെ കട, അന്ന് നമ്മൾ കണ്ട കട. അപ്പോൾ അത്തരം കടകളാണ് ഇഡ്ഡലിക്കായി നമ്മുടെ ആശ്രയം. എനിക്കൊന്നു ഈ പാലക്കാട് ഒരുപാട് പേര് ഇഡ്ഡലിക്കടയുണ്ട്. പാലക്കാട് നമ്മൾ എവിടെ പോയാലും കോമൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഇഡ്ഡലി റോസ്റ്റ്. ഇത് രണ്ടുമാണ് മിക്കവാറും കിട്ടുക പാലക്കാട്, പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലും ഒക്കെ ഒരുപാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ട്. അതെ, തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഡ്ഡലിയാണല്ലോ. പ്രത്യേകിച്ച് ഈ റോഡരികിലൊക്കെ ഒരുപാട് തട്ടുകടകളുണ്ട്, ഇഡ്ഡലിക്കട. അതിൻ്റെ ഒരു ശീലം ഏതാണ്ട് പാലക്കാടിൻ്റെ പല മേഖലകളിലും ഉണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഇഡ്ഡലിയുടെ ചരിത്രം കർണാടകയിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കിയത്. പിന്നീടാണത്രേ അത് കേരളം വഴി തമിഴ്നാട്ടിലേക്ക് പോയത്. അത് എന്തായാലും ലോക ഇഡ്ഡലി ദിനമായതുകൊണ്ട് അത് ഒരു വാർത്തയായി. അപ്പോൾ നമ്മൾ ആണവ കരാറടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയുണ്ട്. നാഗ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു. ഒരുപക്ഷെ നാഗ്പൂരിലെ ആസ്ഥാനത്ത് RSSന്റെ ആസ്ഥാനത്തേക്ക് ആദ്യമായിട്ടല്ലേ ഒരു പ്രധാനമന്ത്രി പോകുന്നത്? അരുൺ, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദ്യമായിട്ടാണ് പോകുന്നത്. 2012 നരേന്ദ്രമോദി ആദ്യമായി നാഗ്പൂരിലെത്തി RSS ആസ്ഥാനത്തേക്ക് പോകുന്നത്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. അതിനുശേഷം 2013 രണ്ടാം തവണ നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്തേക്ക് എത്തിയത്. അന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു BJPയുടെ. പിന്നീട് 2014 വിജയിച്ച് അധികാരത്തിലെത്തിയ ശേഷം ഇന്നുവരെ RSS ആസ്ഥാനത്ത് നാഗ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നാഗ്പൂരിലെ RSS ആസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. ഏതായാലും ഈ സന്ദർശനത്തിന് വലിയ സംഘടനാപരമായും രാഷ്ട്രീയപരമായും BJPയെ സംബന്ധിച്ചും RSSനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം RSSും BJPയും തമ്മിലുള്ള ഉരസലുകൾ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് RSS BJPയുമായി ഇടഞ്ഞു നിന്നത് BJPക്ക് പലയിടങ്ങളിലും വലിയ പ്രഹരമായി മാറിയിരുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പ്രതീക്ഷ വെച്ച BJPക്ക് വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിലെ പല മേഖലകളിലും ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ നാഗ്പൂരൊക്കെ നിലകൊള്ളുന്ന വിദർഭ മേഖലയിലൊക്കെ തന്നെ BJPക്ക് വലിയ പ്രഹരമുണ്ടായി. ഒരുപാട് സീറ്റുകൾ നഷ്ടമായി. അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും RSS നിലപാട് കടുപ്പിച്ചതോടെ BJPക്ക് മുന്നേറുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ RSSുമായുള്ള ഈ ഒരു തർക്കം പരിഹരിക്കേണ്ടത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ചർച്ചകളിലൂടെയൊക്കെ തന്നെ പരിഹരിച്ചു. അതിൻ്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിൽ RSS വളരെ സജീവമായി ഇറങ്ങുകയും പിന്നീട് BJPക്കും അതുപോലെ തന്നെ BJP സഖ്യത്തിനുമൊക്കെ തന്നെ മഹാരാഷ്ട്രയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായതുമൊക്കെ. ഏതായാലും ആ ഒരു തർക്കവും ഉരസലുകളും പരിഹരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS ആസ്ഥാനത്തെ സന്ദർശനം വളരെ ശ്രദ്ധേയമാകുന്നത്, ചർച്ചയാകുന്നത്, ദേശീയ രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതേപോലെ പിയാസുലിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇൻഡോ-US ആണവ കരാർ, പ്രത്യേകിച്ച് സിവിൽ ന്യൂക്ലിയർ സഹകരണം ഇന്ത്യ ശക്തിപ്പെടുത്തും US-മായി എന്നുള്ള കരാർ വന്നതിനു ശേഷം ഇപ്പോൾ 2 പതിറ്റാണ്ടാവുന്നു. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യ-US ആണവ കരാറിന് ജീവൻ വയ്ക്കുന്നത്. ആണവ റിയാക്ടറുകൾക്ക് അനുമതി നൽകാൻ US ഊർജ്ജ മന്ത്രാലയം വകുപ്പ് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ കുറച്ച് ശടപടാവുന്ന വേഗത്തിലായിരിക്കുമല്ലോ അല്ലേ? അരുൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ വളരെ വലിയൊരു പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു ഇന്ത്യ അമേരിക്ക ആണവ കരാർ. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നത് അന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയായിരുന്നു. പിന്നീട് ആ സർക്കാർ മുന്നോട്ട് പോയെങ്കിലും ഇന്ത്യ അമേരിക്ക ആണവ കരാറിനെ തുടർന്നാണ് ആ ഒരു സഖ്യം
പിളരുന്നത്. പിന്നീട് ഇടതുപക്ഷ പാർട്ടികൾ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും മൻമോഹൻ സിംഗ് സർക്കാർ അവിശ്വാസം നേരിടുകയും ഒക്കെ തന്നെ ചെയ്തു. അന്ന് പാർലമെന്റിലൊക്കെ തന്നെ വലിയ നാടകീയ കാഴ്ചകളായിരുന്നു. നോട്ടുകെട്ടുകളുമായി MP-മാർ പാർലമെന്റിനകത്തേക്ക് വരുന്നത്, അന്ന് കുരുമുളക് സ്പ്രേ പാർലമെന്റിന്റെ നടുത്തളത്തിൽ പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയുമൊക്കെ തന്നെ ഇന്ത്യയിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു കാഴ്ച അതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അങ്ങനെ പാർലമെന്റിലൊക്കെ തന്നെ വലിയ നാടകീയ കാഴ്ചകളും വലിയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഇപ്പോൾ ജീവൻ വെക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ഇപ്പോൾ ഇതിനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു. ഒരു കമ്പനിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. മാർച്ച് 26-നാണ് ഇതിനുള്ള ധാരണാപത്രം ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏതായാലും തീർച്ചയായും ഈ ആണവ കരാറിന് ജീവൻ വെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും മോദി സർക്കാർ ഇപ്പോൾ ആണവ കരാർ വേഗത്തിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമായി ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ എന്നായിരിക്കും ഇതിൻ്റെ നടപടികൾ തുടങ്ങുക എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഇപ്പോൾ അതിന് ജീവൻ വെക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന ഈ പദ്ധതി ഏതായാലും ഇപ്പോൾ ഉണർന്നു വരുന്നു. തീർച്ചയായും ഇതിൻ്റെ തുടർ റിപ്പോർട്ടുകൾ നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ നൽകാം. ഏതായാലും ഇപ്പോൾ ആദ്യം വരുന്ന റിപ്പോർട്ട് എന്നത് ഏതായാലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി, അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ഇപ്പോൾ ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനായി ഒരു സ്ഥാപനത്തിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ, താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പിയാ സുനിൽ, എന്നാലും കുട്ടിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് രാവിലെ ഒരു ഇഡ്ഡലി കഴിച്ചിട്ട് പോയാൽ മതി. റഹീം എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ഇഡ്ഡലി സൂപ്പർ, പാലക്കാടനാണ്. ഒരു വടയും ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും കൂടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ, ഹായ് അടിപൊളിയാണ് എന്നാണ് റഹീം പറയുന്നത്. എന്നാലും കുട്ടിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ആ വലിയ വടയും ആ വലിയ ഇഡ്ഡലിയും ഒക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഹാപ്പി ദിവസം തുടങ്ങാൻ നമുക്ക് ഇനി ഡൽഹി വാർത്തകളിലേക്ക് തിരിച്ചു വരാം. താങ്ക് യു പിയാ സുനിൽ, താങ്ക് യു.